അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് മാനേജ് സെക്ഷനിൽ പോവുക. മാനേജ് സെക്ഷനകത്ത് ടെംപ്ലേറ്റ് മെസ്സേജ് സെക്ഷനകത്ത് ടോപ്പ് റൈറ്റിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെംപ്ലേറ്റ് കാറ്റഗറിയിൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് നെയിം കൊടുക്കുക. ടെംപ്ലേറ്റ് ടൈപ്പ് കൊടുക്കുക. നമ്മളിപ്പം കാരോസലാണ് ചെയ്യുന്നത്, അപ്പം കാരോസൽ സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് ലാംഗ്വേജ് കൊടുക്കുക. ഓക്കെ, ഈ ടെംപ്ലേറ്റ് ഫോർമാറ്റിനകത്ത് അല്ലെങ്കിൽ മെസ്സേജ് ബബിളിനകത്ത് അത് ഇവിടെ വരുന്ന മെസ്സേജസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ മെസ്സേജ് കൊടുത്തു. ഈ മെസ്സേജ് ആയിരിക്കും യൂസേഴ്സ് റീഡ് ആവുന്നത്. ഈ മെസ്സേജിൻ്റെ താഴെ ആയിരിക്കും കാരോസലായിട്ട് ഫോട്ടോയോ PDF എന്താണെന്ന് വെച്ചാൽ പോകുന്നത്. ഓക്കെ, അപ്പം എന്നിട്ട് കാരോസൽ മീഡിയ ടൈപ്പ് ഫോട്ടോ ആണോ വീഡിയോ ആണോ സെലക്ട് ചെയ്യുക. ഇപ്പം ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. വീഡിയോ ആണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇമേജ് സെലക്ട് ചെയ്തു. കാർഡ് ബോഡി 1 ആണ് ഈ ആദ്യത്തെ ഫോട്ടോ. ഓക്കെ, കാർഡ് ബോഡി 1 ടെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് ഈ ഫോട്ടോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. അതിൽ ബട്ടൺ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ആഡ് ചെയ്യാം. ക്വിക്ക് റിപ്ലൈ ആണ് ചാറ്റ് ബോട്ടിൻ്റെ. URL ഫോൺ നമ്പറുമാണ് ബട്ടൺസിൻ്റെ. ഓക്കെ, അപ്പം ചാറ്റ് ബോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോട്ട് ഇവിടെ കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ചാറ്റ് ബോട്ട് ഓൺ ആകുന്ന രീതിയിൽ ചെയ്യാം. ഇപ്പം ചാറ്റ് ബോട്ട് ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ URL കൊടുക്കണമെന്നുണ്ടെങ്കിൽ URL ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ബട്ടൺ ടെക്സ്റ്റ്. ഇപ്പം വെബ്സൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് എന്നോ അല്ലെങ്കിൽ ബൈ നൗ എന്നോ കൊടുക്കാം. ബൈ നൗ എന്നോ കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ വെബ്സൈറ്റ് കൊടുക്കണം. ഓക്കെ, വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം എന്താണ് ഓപ്പൺ ആകുന്നത് അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പം ഒരു ഡിസൈനേ ഉള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കാർഡ് 2 ബോഡി എന്ന് വരും. ഓക്കെ, ഇത് രണ്ടാമത്തെ ഫോട്ടോ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഫോട്ടോയ്ക്കകത്ത് എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. ഡിസൈൻ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇതുപോലെ എത്ര കാരോസൽ ആഡ് ചെയ്യണം? 10 വരെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 ഞാൻ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 10 വരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് കൊടുത്താൽ മതി. എന്നിട്ട് കാർഡ് 3, കാർഡ് 4, കാർഡ് 5 ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. ടെംപ്ലേറ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട്. സബ്മിറ്റ് ആയിട്ട് ടെംപ്ലേറ്റ് മെസ്സേജ് സെക്ഷനിൽ പോവുക. അത് കഴിഞ്ഞ് പെൻഡിങ് നോക്കുക. പെൻഡിങ് ആണോ എന്ന്. പെൻഡിങ് ആണെങ്കിൽ സിങ്ക് സ്റ്റാറ്റസ് കൊടുക്കുക. അത് കഴിഞ്ഞ് അപ്രൂവ് ആണോ റിജക്റ്റ് ആയെന്ന് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട് കാരോസൽ ടെസ്റ്റ്. ഓക്കെ, ഇനി കോൺടാക്ട്സിലേക്ക് പോവുക. ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് സെലക്ട് ചെയ്യുക. ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ക്യാമ്പയിൻ നെയിം കൊടുക്കുക. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. കാരോസൽ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അപ്ലോഡ് ഫ്രം മീഡിയ ലൈബ്രറി. ഓക്കെ, അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഫോട്ടോ 1 സെലക്ട് ചെയ്യുക. ഫോട്ടോ 1 എന്താണ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഫോട്ടോ 2 ആയി. ഫോട്ടോ 2 എന്താണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇനിയും കാരോസൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരോ വരും, റൈറ്റ് ആരോ വരും. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തേൽ ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആരോ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സെൻഡ് നൗ കൊടുക്കുമ്പോഴത്തേക്കും ഈ കാരോസൽ മെസ്സേജ് പോകും.